വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2026 ജനുവരി മാസം PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ്. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ സമുദ്രപ്രതാപ്. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്റർ ധ്രുവ് NG ഹെലികോപ്റ്റർ. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്കൽ ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പുതുതലമുറ ഹെലികോപ്റ്റർ ധ്രുവ് NG ഹെലികോപ്റ്റർ. ഡെൽസി റോഡ്രിഗസ് വെനസ്വലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. ഡെൽസി റോഡ്രിഗസ് വെനസ്വലയുടെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൗമൻ സെന്നിനെ നിയമിച്ചു. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൗമൻ സെന്നിനെ നിയമിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ നാഗേഷ് കപൂർ നിയമിതനായി. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ നാഗേഷ് കപൂർ നിയമിതനായി. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ പ്രസിഡന്റായി മലയാളിയായ രാജൻ ഗുരുക്കൾ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ പ്രസിഡന്റായി മലയാളിയായ രാജൻ ഗുരുക്കൾ തെരഞ്ഞെടുക്കപ്പെട്ടു. RK അഗർവാൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായി. RK അഗർവാൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായി. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ സ്മരണാർത്ഥം നൽകിവരുന്ന കേസരി നായനാർ പുരസ്കാരം ഇത്തവണ ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചത്. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ സ്മരണാർത്ഥം നൽകിവരുന്ന കേസരി നായനാർ പുരസ്കാരം ഇത്തവണ ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് ലഭിച്ചത്. ഇത്തവണത്തെ സർഗപ്രഭ പുരസ്കാരം ലഭിച്ചതും കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഇത്തവണത്തെ സർഗപ്രഭ പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് നടൻ ജഗതി ശ്രീകുമാറിന്. ഭരത് മുരളി കൾച്ചറൽ സെന്ററിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് നടൻ ജഗതി ശ്രീകുമാറിന്. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യമായിട്ട് മാറിയത് ബൾഗേറിയയാണ്. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യമായി മാറിയത് ബൾഗേറിയ. ബൾഗേറിയയുടെ പഴയ കറൻസിയാണ് ലെവ്. വെനസ്വലൻ ഭരണാധികാരി നിക്കോളസ് മഡുറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. വെനസ്വലൻ ഭരണാധികാരി നിക്കോളസ് മഡുറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് മാറിയത് ഇന്ത്യയാണ്. 2025 ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഒന്നാമതെത്തിയത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായത് ഇന്ത്യ. 2025 ചൈനയെ മറികടന്നാണ് ഇന്ത്യ ഒന്നാമതെത്തിയത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകളായ 2 പ്രളയ് മിസൈലുകൾ പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം ഒഡീഷ തീരത്ത് വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അർദ്ധ ബാലിസ്റ്റിക് മിസൈലുകളായ 2 പ്രളയ് മിസൈലുകൾ പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം ഒഡീഷ തീരത്ത് വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയിൽ 5ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലാണ് INS വി കൗണ്ഡിന്യ. ഇന്ത്യയിൽ 5ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കപ്പലുകളുടെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പലാണ് INS വി കൗണ്ഡിന്യ. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം കവി പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് ലഭിച്ചത്. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം കവി പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് ലഭിച്ചത്. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നടൻ ലാലു അലക്സിനാണ് ലഭിച്ചത്. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് നടൻ ലാലു അലക്സ്. TP മാധവൻ സ്മാരക പുരസ്കാരം ചലച്ചിത്ര പ്രതിഭകളായ മധുവിനും ജഗതി ശ്രീകുമാറിനുമാണ് ലഭിച്ചത്.
ടി.പി. മാധവൻ സ്മാരക പുരസ്കാരം ചലച്ചിത്ര പ്രതിഭകളായ മധുവിനും ജഗതി ശ്രീകുമാറിനുമാണ് ലഭിച്ചത്. വിലാസിനി നോവൽ പുരസ്കാരം സലിൽ മാങ്കുഴിയുടെ ആനന്ദലീല എന്ന കൃതിക്കാണ് ലഭിച്ചത്. വിലാസിനി നോവൽ പുരസ്കാരം സലിൽ മാങ്കുഴിയുടെ ആനന്ദലീല എന്ന കൃതിക്ക് ലഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിനാണ് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പ്രശസ്ത നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കറിനാണ് ലഭിച്ചത്. ചുനക്കര രാമൻകുട്ടി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ റഷീദ് മഞ്ഞപ്പാറയ്ക്ക്. ചുനക്കര രാമൻകുട്ടി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ റഷീദ് മഞ്ഞപ്പാറയ്ക്ക്. 8ാമത് കാക്കനാടൻ പുരസ്കാരം ലഭിച്ചത് കഥാകൃത്ത് വിനു എബ്രഹാമിനാണ്. 8ാമത് കാക്കനാടൻ പുരസ്കാരം കഥാകൃത്ത് വിനു എബ്രഹാമിനാണ് ലഭിച്ചത്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം എഴുത്തുകാരി അരുന്ധതി റോയ്ക്കാണ് ലഭിച്ചത്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം എഴുത്തുകാരി അരുന്ധതി റോയ്ക്ക് ലഭിച്ചു. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളും മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാന്റെ പത്നിയും ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്ന ബീഗം ഖാലിദ സിയ അന്തരിച്ചു. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ മകളും മുൻ പ്രസിഡന്റ് സിയാവുർ റഹ്മാന്റെ പത്നിയും ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്ന ബീഗം ഖാലിദ സിയ അന്തരിച്ചു. മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും 1996 മുതൽ 2012 വരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന സുരേഷ് കൽമാഡി അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും 1996 മുതൽ 2012 വരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന സുരേഷ് കൽമാഡി അന്തരിച്ചു. വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ അന്തരിച്ചു. വിഖ്യാത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ അന്തരിച്ചു. ഇത്തരം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.